ഹലോ, വെൽക്കം ടു ഏസ് കോപ്പറേറ്റീവ് അക്കാദമി. ഏസ് കോപ്പറേറ്റീവ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് CSEB എക്സാമിൽ വന്നിട്ടുള്ള അടിമുടി മാറ്റങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനാണ്. അപ്പൊ മിസ്സേ, CSEB എക്സാം ഇതാ മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും എക്സാമിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്, അതുപോലെ ഇന്റർവ്യൂ പാറ്റേൺ മാറിയിട്ടുണ്ട്, ഒട്ടനവധി ചേഞ്ചസ് വേറെയും വന്നിട്ടുണ്ട്. അതെ, അപ്പൊ നമുക്ക് ആദ്യമായിട്ട് എക്സാം പാറ്റേണിൽ എന്തൊക്കെയാണ് മാറ്റം വന്നിട്ടുള്ളതെന്ന് മിസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ CSEB എക്സാമിൽ ഒട്ടനവധി അടിമുടി മാറ്റങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ടോട്ടലി ചേഞ്ച് ചെയ്തിട്ടുണ്ട് എക്സാമിൻ്റെ പാറ്റേൺ. അപ്പോൾ ഈ 2024 ഡിസംബർ 31 പ്രാബല്യത്തിൽ വന്ന സഹകരണ ചട്ടം ഭേദഗതി പ്രകാരമാണ് ഈ മാറ്റങ്ങളെല്ലാം വന്നിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്നുള്ളത് ഓരോ ഉദ്യോഗാർത്ഥികളും വളരെ സമഗ്രമായിട്ട് അനലൈസ് ചെയ്യേണ്ടതാണ്. അവരുടെ പരിശീലനം ഈ മാറ്റത്തിനനുസൃതമായി അവരെന്ത് ചെയ്യണം, പരിശീലനത്തിലും മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. അപ്പോൾ എന്തൊക്കെയാണ് എക്സാം പാറ്റേണിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ മാർക്കിലാണ് വലിയൊരു ചേഞ്ച് വന്നിട്ടുള്ളത്. 80 മാർക്കിന്റെ പരീക്ഷയായിരുന്നു, ഇനി മുതൽ അത് 100 മാർക്കിനായിട്ടാണ് മാറിയിട്ടുള്ളത്. 160 ചോദ്യങ്ങൾക്ക് പകരം 100 ചോദ്യങ്ങൾ 100 മാർക്ക് എന്നുള്ള രീതിയിലേക്ക് മാറി. നെഗറ്റീവ് മാർക്ക് ഓൾറെഡി നമുക്കില്ല, ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നെഗറ്റീവ് മാർക്ക് ഇല്ല, 100 ചോദ്യങ്ങൾ 100 മാർക്ക്. അതുപോലെ തന്നെ പരീക്ഷാ സമയം 1.5 മണിക്കൂറായിട്ടാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ദെൻ ഓരോ വിഷയങ്ങൾക്കും അനുവദിച്ചിട്ടുള്ള മാർക്കിലും വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ പരിശീലനം നടത്തുന്ന ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഓരോ വിഷയത്തിനും എത്രത്തോളം മാർക്ക് ഉണ്ട് എന്നുള്ളത് നോട്ടിഫിക്കേഷനിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ പരിശീലനത്തിലും മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. ഇനി അടുത്ത ചേഞ്ച് വന്നിട്ടുള്ളത് ഇന്റർവ്യൂവിലാണ്. ഉയർന്ന മാർക്ക് 20 ആയിട്ടാണ് ഇന്റർവ്യൂവിൽ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നേരത്തെ അത് 15 മാർക്കായിരുന്നു, അപ്പൊ ഇത് 20 മാർക്കായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ദെൻ ഇന്റർവ്യൂ യോഗ്യത നേടാൻ 4 മാർക്കാണ്. 4 മാർക്കാണ് ഇന്റർവ്യൂ യോഗ്യത നേടാൻ. അതുപോലെ 5 മാർക്ക് വെയിറ്റേജ് ഉണ്ടായിരുന്നത് ഒഴിവാക്കിയിട്ടുണ്ട്. അതെ, സ്വന്തം ഡിസ്ട്രിക്റ്റിൽ, സ്വന്തം ജില്ലയിൽ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 5 മാർക്ക് ഇന്റർവ്യൂവിൽ വെയിറ്റേജ് ഉള്ളത്, ആ ഒരു വെയിറ്റേജ് എന്തായിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് എന്തെങ്കിലും വന്നിട്ടുള്ള മാറ്റങ്ങൾ, ഇന്റർവ്യൂവിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ. പ്രധാനപ്പെട്ട ഒരുപാട് മാറ്റങ്ങൾ ഇനിയും വന്നിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും ശേഷിയിലൊക്കെ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ എക്സാം പാറ്റേണിലും ഇന്റർവ്യൂ പാറ്റേണിലും വന്ന ചേഞ്ചസ് നിങ്ങളെല്ലാം മനസ്സിലാക്കിയല്ലോ. ഇനി അതർ ചേഞ്ചസ് എന്തൊക്കെയാണ് എന്നും കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. അതെ, ഭിന്നശേഷി സംവരണം 4% വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അപ്രൈസർ തസ്തികയിലേക്കുള്ള നിയമനം കൂടി ബോർഡിന് വിട്ടിരിക്കുകയാണ്. അതെ, അപ്പോൾ കൂടുതൽ അവസരങ്ങൾ നമുക്ക് സഹകരണ മേഖലയിൽ വരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്, അല്ലേ? അതെ. ഇനി അടുത്തൊരു മാറ്റം വന്നിട്ടുള്ളത് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററുടെ യോഗ്യതയിലാണ്. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററുടെ യോഗ്യത എന്ന് പറയുന്നത് MCA, BTech കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, IT, ഇങ്ങനെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററുടെ യോഗ്യത നിശ്ചയിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. ബോർഡ് പരീക്ഷ നടത്തി ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ 1 മാസത്തിനകം ഇന്റർവ്യൂ പൂർത്തിയാക്കി ഒരാഴ്ചയ്ക്കുള്ളിൽ ലിസ്റ്റ് ബോർഡിന് കൈമാറണം. അപ്പം നോക്കൂ, റാങ്ക് ലിസ്റ്റ് വരാനുള്ള അപ്പോയിന്റ്മെന്റ്, ഒരു ജോലി ലഭിക്കാനുള്ള സമയം ഡ്യൂറേഷൻ കുറഞ്ഞിരിക്കുകയാണ്, അല്ലെ? വളരെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് അത്. ഓപ്പർച്യൂണിറ്റികൾ കൂടി, അതിന്റെ ലാഗ് വളരെ കുറഞ്ഞു കിട്ടുന്നു. അതെ, വളരെ നമ്മൾ സമഗ്രമായിട്ടൊരു പരിശീലനം ആരംഭിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. അപ്പോൾ ഒരു ബോർഡ് പരീക്ഷ നടത്തി ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ 1 മാസത്തിനകം ഇന്റർവ്യൂ പൂർത്തിയാക്കേണ്ടതാണ്. ഓക്കെ, 1 മാസത്തിനകം പൂർത്തിയാക്കി ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ ലിസ്റ്റ്, കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റ് ബോർഡിന് കൈമാറണം. അപ്പം നോക്കൂ, ഈ ഒരു പരീക്ഷ കഴിഞ്ഞ് അപ്പോയിൻമെൻറ്റിലേക്കുള്ള ഒരു കാലാവധി, വളരെ കാത്തിരിപ്പ്, അല്ലേ? കാലാവധി എന്നതിലേക്കാൾ കൂടുതൽ കാത്തിരിപ്പാണ്, അത് വളരെ കുറവാണ്. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ അവസരങ്ങളാണ് അവർക്ക് മുമ്പിൽ വന്നിട്ടുള്ളത്. തീർച്ചയായും മാറ്റങ്ങൾക്ക് അനുസൃതമായി CSEBയുടെ മാറ്റങ്ങൾക്ക് അനുസൃതമായി ഏസ് കോപ്പറേറ്റീവ് അക്കാഡമി ഇതാ ഒരുങ്ങിക്കഴിഞ്ഞു. നമ്മളിവിടെ ഫെസിലിറ്റികളിലെ നമ്മൾ ഇപ്പോൾ എക്സാം പാറ്റേൺ മാറി എന്ന് പറഞ്ഞു, അതിനനുസരിച്ച് ഏസ് കോപ്പറേറ്റീവ് അക്കാഡമിയും എല്ലാ തരത്തിലും ഒരുങ്ങിക്കഴിഞ്ഞു. നിങ്ങൾക്കുള്ള എക്സാംസ്, ഡെയിലി മോഡൽ എക്സാംസ് എന്ത് ചെയ്തു, നമ്മൾ 100 മാർക്കിൻ്റെ നിങ്ങളുടെ മോഡൽ എക്സാമുകൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ നിങ്ങളുടെ മാറിയ
സിലബസിന് അനുസൃതമായ ടോപ്പിക് എക്സാമുകളും OMR വാല്യുവേഷനുകളും എല്ലാം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു. അതെ. അപ്പോൾ ഇനി നിങ്ങളുടെ പരിശീലനത്തിലാണ് നിങ്ങൾ മാറ്റം വരുത്തേണ്ടത്. ഈ പരിശീലനം ഇതുവരെ ഞങ്ങൾ പരിചയിച്ച ഒരു രീതിയിലുള്ള എക്സാം അല്ല ഇനി നമുക്ക് മുന്നോട്ട് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പരിശീലനത്തിലും നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. ഈ മാറ്റങ്ങളോടൊപ്പം നിങ്ങളോടൊപ്പം എയ്സ് കോപ്പറേറ്റീവ് അക്കാദമി ഉണ്ട്. എയ്സ് കോപ്പറേറ്റീവ് അക്കാദമിയുടെ ക്ലർക്ക് കാഷ്യർ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചിൻ്റെ അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, തീർച്ചയായിട്ടും നമ്മുടെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ലൈബ്രറി റീഡിംഗ് ഫെസിലിറ്റിയോടുകൂടെ അതുപോലെ നമ്മുടെ ഹൈബ്രിഡ് ക്ലാസ് റൂമുകൾ CSEB ക്ലാസ്സുകൾക്കായി ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് മിസ്സേ. തീർച്ചയായിട്ടും. അതെ, അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക. മാറുന്ന മാറ്റങ്ങൾക്കനുസൃതമായി എയ്സ് കോപ്പറേറ്റീവ് അക്കാദമിയോടൊപ്പം നിങ്ങൾക്ക് നേടാം ഒരു സഹകരണ ജോലി. താങ്ക് യു.